ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൽ പഴയ അതേ കുത്തിത്തിരിപ്പുകളും അതേ പ്രശ്നങ്ങളും അതേ മാനിപ്പുലേഷൻ പരിപാടികളുമായി ടീമുകൾക്കിടയിലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാതെ ചുമ്മാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് സാബുചേട്ടൻ കയറി വരുന്നത്. അദ്ദേഹം വന്നതിന് ശേഷമുള്ള 67-68 ദിവസങ്ങളിൽ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ബിഗ് ബോസ് ഹൗസിലുള്ള ആൾക്കാരെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കിട്ടി. അവരെ റോസ്റ്റ് ചെയ്യാനൊരു അവസരം കിട്ടിയതിന് ശേഷം കാര്യമായ റോസ്റ്റൊന്നും ആയിരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഉള്ളത് 10% പറഞ്ഞപ്പോൾ തന്നെ ഇത്രയൊക്കെ പൊള്ളിയിരിക്കുന്ന ആൾക്കാരാണ്. അതിനുശേഷം സ്മോക്കിംഗ് ഏരിയയിലേക്ക് വന്നിട്ട് സാബുചേട്ടൻ പറയുന്നുണ്ട്, ഇവരെല്ലാവരും പേടിച്ചിരിക്കുകയാണ് ബിഗ് ബോസ്, അതുകൊണ്ട് ബിഗ് ബോസ് എന്നോട് ക്ഷമിക്കണമെന്ന്. സത്യത്തിൽ അവരിൽ പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പേടിയുണ്ടാവും. പക്ഷേ ഈ മൊത്തത്തിലെ എല്ലാ വികാരങ്ങളും കൂടി ഇങ്ങനെ ഒരുമിച്ച് വന്ന് ചേർന്ന് നമ്മൾ ഈ വിരളി പിടിച്ചിരിക്കുക എന്ന് പറയില്ലേ, എന്തപ്പോൾ ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയിലാണ് ആ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ താമസിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ. അവനവൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ അറിയില്ല, പഴയതല്ലാതെ പുതിയതായി വിഷയങ്ങൾ ഉണ്ടാക്കാൻ അറിയില്ല. മാത്രമല്ല പേടിച്ചിട്ടാണ് ഞാൻ അധികം റോസ്റ്റ് ചെയ്യാത്തതെന്ന് അദ്ദേഹം പറയുമ്പോഴും ഇവരൊന്നും നന്നാവാൻ പോകുന്നില്ല എന്ന് പുള്ളിക്ക് മനസ്സിലാക്കാൻ ഒരൊറ്റ ദിവസം മാത്രം മതി. നമ്മളൊന്ന് നോക്കിയേ, അവിടെ ഇപ്പോൾ ഫസ്റ്റ് കിട്ടി അടങ്ങൂ, ഞാൻ തന്നെ ഫസ്റ്റ്, അതായത് ടാസ്ക് കൊടുത്താലും ഫസ്റ്റ്, കപ്പടിച്ചാലും ഫസ്റ്റ്, എല്ലാം ഞാൻ ഫസ്റ്റ് ആവണം എന്ന് പറയുന്ന ഒരു കടുംപിടുത്തം നമുക്കിപ്പോൾ അനുമോളിലും ഷാനവാസിലും അനീഷിലൊക്കെയാണ് കാണാൻ പറ്റുക. അവർ ആ കടുംപിടുത്തത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ അതേസമയം ടാസ്കിലും മറ്റു കാര്യങ്ങളിലുള്ള കോൺട്രിബ്യൂഷനിലേക്ക് വരുമ്പോൾ ഇവരൊക്കെ വളരെ പുറകിലാണ് നിൽക്കുക. ഉള്ളത് കുളമാക്കാൻ തങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ പോലും സാബുചേട്ടൻ പുള്ളിക്ക് പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ രാവിലെ എണീറ്റ് വന്ന് നോക്കുമ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഒരു 10 പേര് നിൽക്കുകയാണ്. ഒരാൾക്ക് 10 ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും പുതിയ പുതിയ പരിപാടികൾ ആലോചിക്കാം, ചെയ്യാം. പക്ഷേ എന്നിട്ട് നിങ്ങൾ ഈ കഴിഞ്ഞ 2 ദിവസം നോക്കൂ, അവരെല്ലാം പഴയ അതേ വിഷയങ്ങളിലാണ് വീണ്ടും നിൽക്കുന്നത്. ഷാനവാസ് ബിന്നി അവരുടെ പഴയ വിഷയം എടുക്കുന്നു. ആദില ലക്ഷ്മിക്കെതിരെ എടുക്കുന്നത് എത്രയോ നാളുകൾക്ക് മുമ്പ് വൈൽഡ് കാർഡ്സ് വന്ന ഫസ്റ്റ് വീക്കെൻഡിൽ നടന്നിട്ടുള്ള പ്രശ്നമാണ്. ഇവരുടെയൊക്കെ ടാർഗറ്റുകളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഷാനവാസ് നേരെ അക്ബറിൻ്റെ അടുത്തേക്ക് പോകുന്നു. അനുമോള് ജിസയിൽ പോയി. ഇനി ജിസയിലിനെ പോലെ എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയിട്ട് വേണം അനുമോൾക്കൊന്ന് പൊങ്ങി വരാൻ. അനീഷ് അയാളുടെ പഴയ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി തന്നെ എടുത്തുകൊണ്ട് നടക്കുന്നു. അതേസമയം എന്തെങ്കിലും ഒരു ഹോപ്പ് സാബുചേട്ടൻ ഉണ്ടായിരുന്നു എന്നെനിക്ക് തോന്നിയത് 2 കണ്ടസ്റ്റൻസിൻ്റെ കാര്യത്തിലാണ്. അതിലൊന്ന് ലക്ഷ്മിയാണ്. ലക്ഷ്മി തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ ബെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല, അതിനുള്ളൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല എന്നുള്ളത്. സാബുചേട്ടൻ ഇറങ്ങുന്ന സമയത്ത് ലക്ഷ്മിക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഉപദേശം കൊടുത്തിട്ടാണ് പോകുന്നത്. ആര്യൻ്റെ കാര്യത്തിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പുള്ളിക്ക് ഒരു പ്രതീക്ഷയുണ്ട് എന്ന് ആര്യനോടുള്ള ഒരു സംസാരത്തിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആര്യൻ ഓൾറെഡി ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ കുറച്ചും കൂടി വേണം. ടോപ്പ് കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വരണമെങ്കിൽ കുറച്ചും കൂടി ആര്യൻ ഒന്ന് പെർഫോം ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ആര്യൻ മാത്രമല്ല, എല്ലാവരും പെർഫോം ചെയ്യണം. അതിൽ ആര്യൻ കുറച്ചും കൂടി എഫേർട്ട് ഇടേണ്ടതുണ്ട്. 67-ാം ദിവസത്തെ രാവിലത്തെ ഡാൻസ് പരിപാടി കഴിഞ്ഞ് നമ്മുടെ ആദിലെ, അതായത് ക്യാപ്റ്റനെ വിളിച്ചുകൊണ്ട് പോയിട്ട് സാബുചേട്ടൻ കാണിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് നല്ല ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്ന അവരുടെ സെറ്റ്. ആ സെറ്റൊക്കെ ഇങ്ങനെ കാണിച്ച് ക്യാമറ ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ അവിടെ കാണുന്ന എന്താണ്, പഴന്തുണികളൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ്. പഴന്തുണി എന്ന് പറഞ്ഞാൽ അവിടുന്ന് എവിക്റ്റായി പോയ ആളുകളുടെ ഡ്രസ്സ് കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇത് അകത്ത് പോയി ചോദിക്കുന്നൊക്കെ ഉണ്ട്, ഇത് ആരുടെയാണ് ഈ ഡ്രസ്സ് എന്നൊക്കെ. ആക്ച്വലി അവിടുന്ന് എവിക്റ്റായി പോയ ആളുകളുടെ ഡ്രസ്സുകൾ അവിടെ കിടക്കുകയാണ്. ഇവരാരും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അതായത് അവർക്ക് താമസിക്കാൻ കൊടുത്തിട്ടുള്ളൊരു വീടാണ്, അവരുടെ ഗെയിമും ആക്ടിവിറ്റികളും പ്ലാനിങ്ങുകളും ഒക്കെ നടക്കേണ്ടതാണ്. പക്ഷേ അന്യോന്യം ഈ പഴയ കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പുമായിട്ട് നടക്കുന്നതല്ലാതെ ഇവരാരും ഇവരുടെ ചുറ്റുപാടുകളെക്കുറിച്ച് അവെയറല്ല. ഇപ്പം പേഴ്സണൽ ഹൈജീൻ്റെ കാര്യവും അതുപോലെ അടുക്കള ഹൈജീൻ്റെ കാര്യവും മൊത്തത്തിൽ ഹൈജീൻ താറുമാറായി കിടക്കുകയാണ്. പോട്ടെ, എന്നാൽ ചുറ്റും നടക്കുന്ന സാധനങ്ങൾ, അവിടെ ഇവിടെ ഇരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ? ഒരുപക്ഷെ എത്ര നാളുകളായിട്ടുണ്ടാവും ആ ഡ്രസ്സ് അവിടെ കൂടിക്കിടക്കുന്നത്. ഈ ഒരു 67-ാമത്തെ ദിവസം പുറത്തുനിന്ന് വന്ന ഒരാൾ ചൂണ്ടിക്കാട്ടേണ്ടി വന്നു ഒരു ക്യാപ്റ്റന് ആ ഡ്രസ്സുകളൊക്കെ എടുത്ത് അകത്തുണ്ടാക്കാൻ. അത് ആദിലയുടെ മാത്രം കുഴപ്പമില്ല, അവിടെ താമസിക്കുന്ന എല്ലാവരും ഈ കാര്യത്തിൽ പരാജയങ്ങളാണ്. പിന്നീട് സാബുചേട്ടനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരം ഇവർക്ക് കിട്ടുമ്പോൾ ആരും ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. ഇപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരി ആണെങ്കിലും വിജയ് ബാബു ആണെങ്കിലും നിങ്ങളെ സിനിമയിലേക്കൊക്കെ എടുക്കാൻ പാകത്തിനൊരു കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം സാബുചേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്ന ടാസ്കുകൾ നന്നായി പെർഫോം ചെയ്യുക, ടാസ്കുകളൊക്കെ ശ്രദ്ധിക്കണം. പുറമേ നോക്കുമ്പോൾ അത് ഇങ്ങനെയാണെന്ന് തോന്നുമെങ്കിലും അതിനകത്തുള്ള സാധ്യതകൾ കണ്ടെത്തണം. വളരെയധികം സൈക്കോളജിക്കലി ബിൽഡ് ചെയ്തിട്ടുള്ള ടാസ്കുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ ഇതാരും ആലോചിക്കുന്നേ ഇല്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. ഇത് തന്നെയാണ് ലാലേട്ടനും ആദ്യ വീക്കെൻഡ് വരുമ്പോൾ തൊട്ട് പറയുന്നത്, നിങ്ങൾ ടാസ്കുകൾ മനസ്സിലാക്കി കളിക്കൂ, ബുദ്ധി ഉപയോഗിച്ച് കളിക്കൂ, തലച്ചോറ് ഉപയോഗിച്ച് കളിക്കൂ. ഇത് മാറ്റിയും തിരിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് 67-ാമത്തെ ദിവസവും ഒരു കണ്ടസ്റ്റൻറ്റ് ചോദിക്കുന്നത് നമുക്ക് പുറത്ത് ഇതെങ്ങനെ ഉപകാരപ്പെടുത്താമെന്നാണ്. അതായത് നോക്കിയും കണ്ടും കളിച്ചാൽ, ടാസ്കുകളെ നന്നായി മനസ്സിലാക്കി പെർഫോം ചെയ്താൽ നിങ്ങൾക്ക് സിനിമാ താരമാവാനുള്ള അവസരങ്ങൾ വരെ നിങ്ങളെ തേടിയെത്തും. അത് കഴിഞ്ഞ് അനീഷിൻ്റെ ഒരു ചോദ്യമുണ്ട്. അനീഷിൻ്റെ ഈ ബിഗ് ബോസ് ഹൗസിലെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ്. അതിലയാൾ ഉപയോഗിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കീവേഡാണ് കോമണർ.
കോമൺ മാൻ, ഞാനൊരു സാധാരണക്കാരൻ എന്ന് പറയുന്ന കാര്യം. ഇതേ കാര്യത്തിനെ ഒന്നുകൂടി സ്പാർക്ക് ചെയ്യുന്ന രീതിയിലാണ് സാബു ചേട്ടനോട് ഇയാൾ ചോദ്യം ചോദിക്കുന്നത്. ഈ മലയാളിക്ക് സാധാരണക്കാരൻ എന്ന വാക്ക് കേൾക്കുന്ന സമയത്തുണ്ടാകുന്നൊരു ഇമോഷനുണ്ട്, ഒരു സാധാരണക്കാരൻ ഇമോഷൻ എന്ന് വെച്ചാൽ ഒരു വീട്ടമ്മ എന്ന് പറയുന്നതിനേക്കാളും ഒരു സാധാരണ വീട്ടമ്മ എന്ന് പറയുമ്പോൾ അയ്യോ ഒരു സാധാരണ വീട്ടമ്മ, ഒരു സാധാരണ കച്ചവടക്കാരൻ എന്ന് പറയുമ്പോൾ അയ്യോ ഒരു സാധാരണ. അതായത് ആ ബിഗ് ബോസ് ഹൗസിലുള്ളവരൊക്കെ ഭയങ്കരമായ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ്. അക്കൂട്ടത്തിലൊരു സാധാരണക്കാരൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വളർന്നു വരേണ്ടിയിരിക്കുന്നു, അപ്പം നമ്മൾ കുറച്ച് പരിഗണന കൊടുക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്ന ആ സാധാരണ ഇമോഷനിലാണ് അനീഷ് പല കാര്യങ്ങളും ബിൽഡ് ചെയ്യാൻ നോക്കുന്നത്. അങ്ങനെ അനീഷ് ഉന്നം വെക്കുന്ന വോട്ട് ബാങ്കും ഈ സാധാരണക്കാരുടെയും, സാധാരണക്കാരെന്ന് കേൾക്കുമ്പോൾ ഒരു സഹതാപവും അനുകമ്പയൊക്കെ വരുന്ന ആ ഒരു കാറ്റഗറി പെടുന്ന ആളുകളുണ്ടല്ലോ, അവരെയുമാണ്. ഇതിനിടയിൽ അയാൾ വീട്ടമ്മമാർ വരട്ടെ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഡയലോഗുകളും പറയുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ ആൻസർ പരിപാടി കഴിഞ്ഞ് സാബുചേട്ടൻ എണീറ്റ് കഴിയുമ്പോൾ അനീഷ് വീണ്ടും ആ വിഷയം എടുത്തിടുന്നുണ്ട്, ആ ചോദ്യത്തിനൊരു ഉത്തരം തരണം എന്നുള്ള രീതിയിൽ. ആ സമയത്ത് ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാനോ മറ്റോ ശ്രമിക്കുമ്പോൾ ഷാനവാസ് ഇടയിൽ കയറുന്നുണ്ട്. ഷാനവാസ് ചോദ്യം ചോദിച്ച് നേരെ അനീഷിന് നേരെ തിരിഞ്ഞ് അങ്ങനത്തെ ഒരു സംഭവമാണ്. ആ സമയത്ത് സാബുചേട്ടൻ പറയുന്നത് അതെ ഈ വഴിയെ പോകുന്ന കിളിയെ ഏണി വെച്ച് പിടിക്കണ്ട, അത് എനിക്കുള്ള കിളിയാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളിതിങ്ങനെ ഡീൽ ചെയ്യണ്ട. ഇതിപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ കൊടുക്കാം. മാത്രമല്ല ഇവരുടെ ഈ ഒരു കോൺവെർസേഷനിൽ നിന്ന് ആസ് കണ്ടസ്റ്റൻസ് ആ ബാക്കി നിൽക്കുന്നവർ മനസ്സിലാക്കേണ്ടത് അനീഷിൻ്റെ ഒരു സ്ട്രാറ്റജി ഇതാണ്. ഈ സാധാരണക്കാരിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ എന്ന് പറയുന്ന ഒരു ഇമോഷൻ ബിൽഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെ വിചാരിക്കൂ, അക്ബർ പറയാണ് ശരിയാണ് അനീഷേട്ടാ, നമ്മളെപ്പോലത്തെ സാധാരണക്കാരൊക്കെ ഇതുപോലെ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടി കയറി വരണം. ഇപ്പം ഞാൻ വന്നില്ലേ, നിങ്ങളിവിടെ എത്തിയില്ലേ, അതുപോലെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ കയറി വരണം. അനീഷിന് അടുത്ത സെൻറ്റൻസ് ഇല്ലാണ്ടായിപ്പോവും. അതായത് അനീഷിൻ്റെ ആ സ്ട്രാറ്റജി സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ ആ ഇമോഷൻ പിൻപറ്റി നിൽക്കുന്ന മുഴുവൻ വോട്ടും മേടിക്കാനുള്ള ആ സ്ട്രാറ്റജിയെ അവിടെ പൊളിക്കാൻ പറ്റും. പക്ഷെ ഇവരാരും അത് ചെയ്യില്ല. അനീഷിനെ പറഞ്ഞ് തിരുത്തി മനസ്സിലാക്കി കൊടുക്കാനാണ് നോക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഇവരുടെ എല്ലാം കോൺവെർസേഷൻ പോകുന്നത് അനീഷ് ഒരു സാധാരണക്കാരനല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എടോ അനീഷിനെ പോലെ നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. സാബുചേട്ടൻ ചോദിക്കുന്നുണ്ട്, അനീഷെ നിങ്ങളൊരു സാധാരണക്കാരനാണ്, ബാക്കി എല്ലാവരും ആർട്ടിസ്റ്റുകളാണ് അല്ലെങ്കിൽ പോപ്പുലർ ആണെന്നുള്ളതിൻ്റെ എന്തെങ്കിലും ഒരു മോശം പെരുമാറ്റം അല്ലെങ്കിൽ താഴ്ത്തി കെട്ടുന്നൊരു പെരുമാറ്റം ഇവരുടെ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നത് അതുണ്ടായിട്ടില്ല എന്നാൽ പോലും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. സോ അയാൾ അനുഭവിക്കാത്തൊരു പ്രശ്നത്തിന് അതങ്ങനെ ഒരു പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ പൊതിഞ്ഞെടുക്കുന്നത് ആ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടാണ്. ചുമ്മാ അങ്ങ് പ്രോത്സാഹിപ്പിച്ച് വിടുന്നേ. അവിടെ ഇരിക്കുന്ന എല്ലാവരും പറയാം ഞങ്ങളും ഇപ്പോൾ സാധാരണക്കാരായിരുന്നു, എന്തൊക്കെയോ രീതിയിൽ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി കുറച്ച് പോപ്പുലറായിരുന്നേ ഉള്ളൂ, നമ്മളൊക്കെയും സാധാരണക്കാരാണ്, നമ്മളെപ്പോലെ എല്ലാ സാധാരണക്കാരും വലിയ വലിയ അവസരങ്ങൾ തേടിയെത്തട്ടെ, അവരൊക്കെ നന്നായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞാൽ തീർന്നു. അനീഷിന് പിന്നെ അനീഷിൻ്റെ കയ്യിൽ ആകെയുള്ളത് ഒരു ചെറിയ തീപ്പെട്ടിക്കൊള്ളിയാണ്. അവർക്ക് രണ്ട് ഓപ്ഷനാണ്, ഒന്നെങ്കിൽ അത് വെള്ളമൊഴിച്ച് കെടുത്തുക, അതല്ലെങ്കിൽ ഇത് ആളിക്കത്താത്ത രീതിയിൽ കുറച്ച് പച്ച ഇല ഇട്ട് കൊടുക്കുക. ഇവർ മുഴുവൻ കരിയില വെതറിക്കൊണ്ടിരിക്കുക. കരിയില വെതറരുത്, അത് ആളിക്കത്തുകയുള്ളൂ. ആളിക്കത്തി വോട്ട് മുഴുവൻ ആ വഴി പോവുകയും ചെയ്യും. അനീഷിൻ്റെ കയ്യിൽ വേറെ സ്ട്രാറ്റജി ഒന്നുമില്ല. ഷാനവാസുമായിട്ടുള്ള കോംബോ വന്നു കഴിഞ്ഞപ്പം അനീഷ് ഓൾമോസ്റ്റ് തീർന്നു, അവിടെ അപ്രത്യക്ഷനായിപ്പോയി. അയാളുടെ കയ്യിൽ ആ ഒരു സ്ട്രാറ്റജിയേ ഉള്ളൂ. ഒന്നെങ്കിൽ ഒറ്റ ഒഴിക്കലിന് നിങ്ങൾക്ക് എടുത്താൻ പറ്റണം, അതല്ലെങ്കിൽ പച്ചലയിട്ട് ഗ്രാജുവലി അതങ്ങ് അണച്ചു കളയാം. ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ടത് 68ാം ദിവസം നടക്കുന്ന ജയിൽ നോമിനേഷനാണ്. ജയിലിൽ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് അനീഷ് പോകുന്നുണ്ട്. ഇവരെല്ലാവരും അനീഷിനെ ഇങ്ങനെ, അനീഷിൻ്റെ സ്ട്രാറ്റജി എന്താണ്? ഒറ്റപ്പെടലാണ്. എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തുന്നു, എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ആ കാര്യത്തിന് ഒരു പ്രൂഫായിട്ട് അനീഷിനെടുത്ത് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന കാര്യമാണ് ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനീഷ് നിങ്ങൾ ഇപ്പോൾ ജയിലിലേക്ക് വിടരുത്. അയാളുടെ സ്ട്രാറ്റജി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഇതെല്ലാവർക്കും അറിയാം. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി. ഇവർക്കൊക്കെ പരിപാടി എന്താണെന്നറിയാം, പക്ഷേ അതിനെ ഫലപ്രദമായി അണയ്ക്കാനുള്ള ഒന്നും ഇവരുടെ കയ്യിലില്ല. അപ്പോൾ കുറ്റപ്പെടുത്തി ജയിലിലേക്ക് അയക്കാനാണ് ഇവർ നോക്കുന്നത്. അതിൽ ഷാനവാസ് ആ ജയിൽ നോമിനേഷൻ കൊടുക്കുമ്പോൾ പറയുന്ന ഡയലോഗൊക്കെ വൻ കോമഡിയാണ്. നീ ജീവിക്കാൻ വന്നവനല്ല, ഗെയിം കളിക്കാൻ വന്നതാണ്, സ്ട്രാറ്റജി ഉപയോഗിക്കാൻ വന്നതാണ്, കണ്ടന്റ് ഉണ്ടാക്കാൻ വന്നതാണ്, പക്ക ഗെയിം കളിക്കാൻ വന്നതാണ്, അതുകൊണ്ട് നീ ജയിലിൽ പോകുന്നത്. എടോ അതിനല്ലടോ നിങ്ങളെല്ലാവരും അവിടെ ബിഗ് ബോസ് ഹൗസിൽ വന്നേക്കുന്നത്. ഷാനവാസ് നിങ്ങൾക്ക് എന്ത് പറ്റി? പുള്ളിക്കൊന്നും പറ്റേണ്ട കാര്യമില്ല, പുള്ളി അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. ലക്ഷ്മിയെ പുള്ളി വോട്ട് ചെയ്യുന്ന സമയത്തും പറയുന്നത് ഞാൻ ആദിലെന്ന് പറയുന്ന കുട്ടിയാണ് കേട്ടോ, വളർന്നിട്ടില്ല. ആദില എന്ന് പറയുന്ന കുട്ടിയെ ആ ഗെയിം സ്പിരിറ്റിൽ ചുമ്മാ ഒന്ന് തല്ലി, അതവൾ ആളിക്കത്തിക്കാൻ നോക്കി. നിങ്ങളൊരാളെ തല്ലിയോടോ മനുഷ്യ, അതാണ് അവൾ ചോദിക്കാൻ നോക്കിയത്. ആ വിഷയം കണ്ടിട്ടില്ല, അതുകൊണ്ട് സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യാണ്. എന്തായാലും ഇവരുടെ എല്ലാവരുടെയും നോമിനേഷൻ്റെ ഒരു പ്രത്യേക ഗുണം കൊണ്ട് അനീഷും ലക്ഷ്മിയും ജയിലിലേക്ക് വരികയാണ്. ജയിലിൽ അനീഷും ലക്ഷ്മി ഒരുമിച്ച് വരുന്നുണ്ട്. അവർക്ക് സ്ക്രീൻ ടൈം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവരെന്താണ് ചെയ്യേണ്ടത്? അനീഷിനെ അണയ്ക്കാനാണ് നോക്കേണ്ടത്. അനീഷ് ഈ സാധാരണക്കാരോട് സാധാരണ ഇമോഷൻ വെച്ച് കണക്ട് ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങളെ ഇവർ ബ്ലോക്ക് ചെയ്യണം. പക്ഷേ ജയിലിൽ പോയി കിടന്നിട്ട് അനീഷ് ചെയ്യുന്നത് അയാളൊരു സാധാരണക്കാരനാണെന്നും ഷാനവാസ് സൗഹൃദം ഓഫർ
സഫർ ചെയ്ത സമയത്ത് തൻ്റെ അച്ഛനും സിമിലർ ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ആ ഒരു ഇമോഷനിൽ ഒരു സൗഹൃദം തോന്നി. മാത്രമല്ല എനിക്കും ആഗ്രഹമുണ്ട് ഇങ്ങനെ ഫൺ ലവിങ് ക്യാരക്ടറായിട്ട് നടക്കാൻ. എനിക്കത് പറ്റുള്ളൂ. ഞാനൊരു സാധാരണക്കാരൻ എന്ന് പറയുന്ന ഇമേജ് അവിടെ ബിൽഡ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ എന്നെ മാറ്റിയെടുക്കും എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ വന്നപ്പോൾ എനിക്കും പ്രതീക്ഷകൾ ഉണ്ടായിപ്പോയി. പക്ഷേ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഇഷ്ടമുണ്ട് എന്നൊക്കെ ഷാനവാസ് പറയുമ്പോൾ ഇത് പ്രേക്ഷകരെ അതിഭീകരമായിട്ട് കണക്ട് ചെയ്യും. ലക്ഷ്മി ആ സമയത്ത് ചെയ്തത് ഇത് നാട്ടുകാർ മുഴുവൻ കാണുമെന്നുള്ള കൃത്യമായ ധാരണയുള്ളതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ സൗഹൃദം നന്നായി പോട്ടെ, അയാളത് മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിൽ ആ കോൺവെർസേഷൻ സെറ്റ് ചെയ്തുകൊണ്ട് പോയി. ആക്ച്വലി അവർ രണ്ടുപേരും ജയിലിലായി എന്നുള്ളത് അവർക്ക് കൂടുതൽ സമയം കിട്ടുകയും ബാക്കിയുള്ളവർ അപ്രത്യക്ഷരാവുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതൊരു സാധാരണ എന്ന് വെച്ചാൽ സാധാരണക്കാരെ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഷാനവാസ് ദേഷ്യം വരുമ്പോൾ അനീഷിനോട് പറയുന്നത് നിന്നെ ഞാൻ പൊളിച്ചടുക്കും, നിൻ്റെ രഹസ്യങ്ങൾ മുഴുവൻ ഞാൻ പുറത്താക്കും, നിന്നെ ഞാൻ തോപ്പിക്കും. അതായത് ഇയാളെ തകർക്കാൻ നോക്കുന്ന ഒരാളായിട്ട് ഷാനവാസ് തന്നെ പോർട്രേ ചെയ്യുകയാണ്. അത് അനീഷിനെ നെഗറ്റീവ് ആക്കുമെന്നാണ് ഈ പുള്ളി വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതേസമയം അനീഷ് തിരിച്ചൊരു വെല്ലുവിളി നടത്തുന്നില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല. ഷാനവാസ് വല്ല വള്ളിയും പിടിച്ചാൽ അവിടെ അത് തല്ലാവാതിരിക്കാൻ വേണ്ടി പിടിച്ചു മാറ്റുന്ന ഒരു സുഹൃത്ത് സ്ഥാനത്താണ് നമ്മളിവിടെ അനീഷിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ സാധാരണക്കാരൻ വിചാരിക്കുന്നത് അയാളുടെ ഉള്ളിൽ നിറച്ച് സ്നേഹമല്ലേ ഷാനവാസിനോട്, എന്നിട്ട് ഷാനവാസ് ഇങ്ങനെ ചെയ്യല്ലേ, അയാളെ ഒറ്റപ്പെടുത്തുകയല്ലേ, അയാൾ അവിടെ ആകെ കണ്ടുപിടിച്ചൊരു സുഹൃത്തല്ലേ, എന്താ നമ്മളെപ്പോലത്തെ സാധാരണക്കാരോടൊക്കെ ഇവരിങ്ങനെ പെരുമാറുന്നത്, അവർക്ക് സെലിബ്രിറ്റികളായതുകൊണ്ടാണോ എന്ന് പറയുന്നത് പോലത്തെ ഒരുപാട് ഇമോഷൻസ് വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാൻ ഒത്തിരി സാധ്യതകളുണ്ട്. ഇതവർ ഒരു ഗെയിം പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്നില്ല. അവിടെയുള്ള മറ്റ് ഗെയിമേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അനീഷിനെ ഒറ്റപ്പെടാൻ അനുവദിക്കാത്ത ഒരു പ്ലെയർ എന്ന് പറയുന്നത് ലക്ഷ്മി മാത്രമേ ഉള്ളൂ. അനീഷ് ജോലി ചെയ്തത് ഞാൻ കണ്ടിരുന്നു, അനീഷ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞു. അനീഷിന് പിന്നെ ഇവിടെ ആരും എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞു നടക്കാനുള്ള സ്കോപ്പ് ഉണ്ടാക്കുന്നില്ല. വളരെ ക്ലിയർ ആയിട്ട് ലക്ഷ്മി അത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഈ ജയിലിൽ സംസാരിക്കുന്ന സമയത്തും ലക്ഷ്മി നിങ്ങളിങ്ങനെ വെറുതെ തള്ളെന്ന് പറയും, ഇതൊക്കെ നിങ്ങളുടെ സ്ട്രാറ്റജി ആണെന്ന് പറയുമ്പോൾ ലക്ഷ്മി എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയാനുള്ള സ്പേസ് ലക്ഷ്മി ബ്ലോക്ക് ചെയ്തു. അങ്ങനെയൊക്കെയാണോ ഗെയിം കളിക്കുന്നത്? ശരിക്കും ആ ഹൗസിലുള്ള എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റിയ ഒരു പ്ലെയർ എന്ന് പറയുന്നത് അത് ബിഗ് ബോസ് ആണ്. ലക്ഷ്മി പോലും അല്ല, ബിഗ് ബോസ് ആണ്. അനീഷ് ഒറ്റയ്ക്ക് ഇരുന്ന് ബിഗ് ബോസ് എന്നൊക്കെ പറയുമ്പോൾ ബിഗ് ബോസ് മറുപടി കൊടുക്കുന്നുണ്ട്. അനീഷ് നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാനിവിടെ ഉണ്ട് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് മറുപടി കൊടുത്ത് ബിഗ് ബോസ് ഡീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡീൽ ചെയ്താൽ മതി മനുഷ്യനെ. ഈ പറയുന്ന ജയിൽ ടാസ്ക് ഒക്കെ നടക്കുന്നതിന് മുമ്പോ ശേഷം മറ്റാണ് അടുക്കളയിൽ നിൽക്കുമ്പോൾ ലക്ഷ്മി അനീഷിനോട് സംസാരിക്കുന്നുണ്ട്. അനീഷ് അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല, നമ്മളൊക്കെ സാധാരണക്കാരായിരുന്നു എന്ന് പറയുന്ന ആ ഒരു അങ്ങനെ ലൈറ്റായിട്ട് ഇതിനെ ഡീൽ ചെയ്യണം. അയാളെ അങ്ങ് ആളിക്കത്താൻ വിടരുതെന്നേ. ഇനി 67-ാം ദിവസത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ അവിടെ നമ്മളെ കാത്തിരിക്കുന്ന മറ്റൊരു കാര്യം സാബുച്ചേട്ടൻ്റെ റോസ്റ്റാണ്. റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇതുങ്ങളൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് വറുത്തിട്ടുണ്ടല്ലോ. പക്ഷേ നല്ലൊരു റോസ്റ്റ് താങ്ങാനുള്ള ആരോഗ്യമൊന്നും അവിടെയുള്ള കണ്ടസ്റ്റൻസിന് ഇല്ല. അതായത് ഇതുപോലൊരു ടഫ് മൈൻഡ് ഗെയിമിലേക്കൊക്കെ വരുമ്പോൾ ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ള ആളുകൾ നിലനിൽക്കുകയും അവരുടെ ആ ഒരു സ്ട്രോങ് മെൻറ്റാലിറ്റിയും പരസ്പരമുള്ള ഈ കാര്യങ്ങളെ ഡീൽ ചെയ്യാനുള്ള കഴിവും ഇതൊക്കെ നമ്മൾ കാണും. പക്ഷേ ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇവർ ടെൻസ്ഡാണ്, ഇവർ പേടിച്ചിരിക്കുകയാണ്, ഇവർക്ക് വെറുപ്പാണ് ഉള്ളിലുള്ളത്. ഒരു ഗെയിമോ സാധനം ഒന്നും ഇവരുടെ മനസ്സിലില്ല. ഇതിൽ പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരാളെ കൊണ്ട് ഇവരെ റോസ്റ്റ് ചെയ്യിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് അത് ബിഗ് ബോസിന് ഇവരോട് ദേഷ്യം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അതോടുകൂടി ഇവരൊക്കെ തളർന്നു പോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ഇവർക്ക് ആക്ച്വലി ക്ലൂ കൊടുക്കുകയാണ്. പുറത്ത് നടക്കുന്ന എല്ലാ കാര്യവും ബിഗ് ബോസിന് ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് വേണം ഇതിനെ കാണാൻ. പക്ഷേ ഇവരെല്ലാവരും ഇത് പേഴ്സണലായിട്ടാണ് എടുക്കുന്നത്. അതിപ്പോൾ സാബുച്ചേട്ടൻ മാത്രമല്ല, ലാലേട്ടൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന മറ്റ് കണ്ടസ്റ്റൻസ് പല രീതിയിൽ ഇവരോട് പെരുമാറുന്നത്, ഇതിലൊക്കെ ക്ലൂ കണ്ടുപിടിക്കുന്നതിന് പകരം ഇവരെല്ലാവരും ഈ സംസാരിക്കാൻ വരുന്ന ആളെ നേരെ ശത്രുപക്ഷത്ത് നിർത്തിയിട്ട് അവരോട് ന്യായീകരിച്ച്, അതായത് ഇവർ പരസ്പരം ബഹളം വെച്ചും ചീത്ത വിളിച്ചും പറയുന്ന അതേ കാര്യം കുറച്ചൊന്ന് സ്ലോ മോഷനിൽ തിരിച്ചു പറയും. ഇവിടെ ഈ ഒരു റോസ്റ്റ് ടാസ്ക് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ റോസ്റ്റിംഗ് മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ട് എല്ലാ ആൾക്കാരും ഈ റോസ്റ്റിനിടയിൽ ഇയാൾ പറഞ്ഞ പോയിൻറ്റ്സിന്, സാബുച്ചേട്ടൻ പറഞ്ഞ പോയിൻറ്റ്സിന് റിയാക്ട് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ കൊടുക്കാനാണ് നോക്കുന്നത്. തിരിച്ച് സാബുച്ചേട്ടനെ റോസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതായത് ആ റോസ്റ്റ് എന്ന് പറയുന്ന ഒരു ആർട്ട് ഉണ്ടല്ലോ, ആകെ നെവിൻ മാത്രമാണ് ആ ഒരു റോസ്റ്റിംഗ് ടോണിൽ സാബുച്ചേട്ടനോട് റിയാക്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാവരും മറ്റേ ന്യായീകരിക്കാൻ വേണ്ടി നിന്ന് കറങ്ങുകയാണ്. ചക്കിക്കൊത്ത ശങ്കരൻ എന്നൊക്കെ പറഞ്ഞത് ആദിലെ നൂറേയും ഭയങ്കരമായിട്ട് കൊണ്ടിട്ടുണ്ട്. അതുപോലെ ഷാനിക്കൊക്കെ നല്ലോണം കൊണ്ടിട്ടുണ്ട്. തെറിവിളിയും പരദൂഷണവും കേട്ടിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ആയിരിക്കില്ല, എന്നേക്കാൾ തെറി വിളിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യാണ്. മനുഷ്യ, നിങ്ങൾക്ക് മെച്ചപ്പെടാനുള്ള ഒരു അവസരമാണ് അയാൾ ഈ പറഞ്ഞു തരുന്നത്. നിങ്ങളതിനെ രസകരമായി എടുക്കുകയും എന്നാൽ തൻ്റെ ഗെയിമിൽ എന്ത് മാറ്റം വരുത്തണം എന്ന് ചിന്തിക്കുകയുമാണ് വേണ്ടത്. ആര്യൻ പറയുന്ന ഒരു സംഭവമുണ്ട്, ജിസയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഹണിമൂൺ ഫേസ് എന്ന് പറയുന്നുണ്ട്.
ആ ഹണിമൂൺ ഫേസ് എന്ന് വാക്ക് കേൾക്കുമ്പോഴേക്കും അനുമോളുടെ ഒരു നോട്ടമൊക്കെ ഉണ്ട്. അനുമോൾക്ക് ഈ അർത്ഥം മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഇതിലിനി എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ള രീതിയിൽ ഇനി ആലോചിച്ച് പിടിച്ചുകൊണ്ട് വരുമോ എന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിൽ മോശമായി പോയത് ഈ സാബുച്ചേട്ടൻ്റെ റോസ്റ്റ് കഴിഞ്ഞു, തിരിച്ചുള്ള റോസ്റ്റ് കഴിഞ്ഞു, എല്ലാവരും എണീറ്റതിന് ശേഷം ആര്യനും അക്ബറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ അക്ബർ പറയുന്നത് സാബുച്ചേട്ടൻ്റെ റോസ്റ്റിൻ്റെ ലെവൽ കുറഞ്ഞതുകൊണ്ടാണ് തിരിച്ച് ഞാൻ പറയുന്നത് കുറച്ചത്, അല്ലെങ്കിൽ ഞാൻ പുള്ളിയുടെ സീസണിൽ കഴുത്തിന് പിടിച്ച കാര്യമൊക്കെ പറഞ്ഞേനെന്നാണ്. ഇവിടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് റോസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ആക്റ്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ തിരിച്ചൊരു മറുപടി കൊടുക്കാൻ നിങ്ങൾ 1ാം സീസണിലേക്ക് വരെ തിരിച്ചു പോകുന്നു. അപ്പോൾ വീണ്ടും ലാലേട്ടൻ പറഞ്ഞതൊക്കെയല്ലേ നിങ്ങളും ചെയ്യുന്നത്. പഴയ കാര്യങ്ങൾ, അത് പഴയതെന്ന് പറഞ്ഞാൽ 1ാം സീസണിലുള്ള കാര്യങ്ങളൊക്കെ പൊക്കി എടുത്തുകൊണ്ട് വരികയാണ് ഒരാളുടെ അടുത്ത് തിരിച്ച് പറയാൻ വേണ്ടിയിട്ട്. ആര്യൻ അതിനിടയിൽ പറയുന്നത് ജിസേലിനെ പോലൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളും ഒരു വാഴയായി പോയേനെ എന്നൊക്കെയാണ്. അത് ജിസേലിൻ്റെ ഫ്രണ്ട് പറയേണ്ട വാചകമല്ല, വേണമെങ്കിൽ അനുമോൾക്ക് പറയാം. പക്ഷേ പോകുന്ന തൊട്ട് മുമ്പ് വരെ എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് ജിസേൽ വിളിച്ച ആര്യൻ ആ ഡയലോഗ് ഒരിക്കലും പറയരുതായിരുന്നു. അത് കഴിഞ്ഞ് സാബുച്ചേട്ടന് പുറത്തു പോകാനുള്ള സമയമായി. ആ സമയത്ത് എല്ലാവരോടും യാത്ര പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ കാര്യങ്ങൾ വിടുക, പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക എന്നാണ്. ടാസ്കൊക്കെ നന്നായി ചെയ്യുക. പക്ഷേ ഇതൊന്നും ആരും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം അതിനുശേഷമാണ് വീണ്ടും ഈ പഴയ കാര്യങ്ങൾ തന്നെ ഇവരെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബിന്നിയും ഷാനവാസും മറ്റേ മാവെറിഞ്ഞ ഇഷ്യൂ കഴിഞ്ഞ ആഴ്ച സംസാരിച്ച് തീർന്ന വിഷയമാണ്. ആ വിഷയം വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് വഴക്കിടുന്നു, ബഹളം വെക്കുന്നു. ആദില ലക്ഷ്മിയുടെ കാര്യം എടുത്തിടുന്നു. ലക്ഷ്മിക്ക് സാബുചേട്ടൻ കൊടുക്കുന്നൊരു ഉപദേശം ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ ബാക്കിയുള്ള ആളുകൾ നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, അതിലെന്തെങ്കിലും തെറ്റുണ്ടെന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരും കൂടി കൂട്ടമായി യുദ്ധം ചെയ്യാൻ വന്നാലും നമ്മൾ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിൽ തന്നെ സ്റ്റാൻഡ് ചെയ്യുക. പിന്നെ അഭിപ്രായം എന്ന് പറയുന്നത് ഇരുമ്പൊലയ്ക്കൊന്നുമല്ല, അത് മാറ്റണം എന്ന് തോന്നിയാൽ മാറ്റുക. നിങ്ങൾക്ക് സ്വയം മാറ്റാൻ തോന്നിയാൽ മാറ്റിയാൽ മതി. അല്ലാതെ എല്ലാവരും കൂടി ബഹളം വെക്കുന്നു അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ വരുന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡ് മാറ്റേണ്ടതില്ല എന്നുള്ളതാണ്. ആ വിഷയവും അതിനോടൊപ്പം ആദില പിറ്റേ ദിവസമൊക്കെ ഷാനവാസിനോടും അനുമോളോടും നൂറയോടും ഒക്കെ പറയുന്നുണ്ട്, ലക്ഷ്മിയുടെ അടുത്ത് ഞാൻ ഈ വിഷയം സംസാരിക്കും, ഇതിനെക്കുറിച്ച് ഞാൻ വീണ്ടും ചോദിക്കും, അതൊരു പ്രശ്നമാക്കും എന്നുള്ള രീതിയിലാണ് ആദില അതിനെ ഡീൽ ചെയ്യുന്നത്. ഷാനവാസുമായിട്ടുള്ള ഒരു കോൺവെർസേഷനിലും അത് ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള ലൈനിൽ സംസാരിക്കുന്നുണ്ട്. ലക്ഷ്മി ആക്ച്വലി ആ ഗെയിം വിട്ടു, അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് വിട്ടിട്ട് പുതിയ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ ആദിലയുടെ നൂറയുടെ ആ ഒരു വിഷയത്തിൽ ലക്ഷ്മി പറഞ്ഞ ഒപ്പീനിയൻ, അവരുടെ ഒപ്പീനിയൻ ഈസ് ഫൈൻ. അവർക്കിത് നോർമലൈസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല എന്ന് പറയുന്ന ഒപ്പീനിയൻ അത് അവരുടെ ഒപ്പീനിയനാണ്. പക്ഷേ ആ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ അവർ ഉപയോഗിച്ച ഭാഷയാണ് പ്രശ്നം. അതിനെ ജനറലൈസ് ചെയ്ത് ഒരുപാട് ആളുകളുടെ ഉള്ളിൽ ഒരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലാണ് അവരത് അവതരിപ്പിച്ചിട്ടുള്ളത്. മറ്റേ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ, അല്ലെങ്കിൽ സ്വന്തമായി ജോലിയെടുത്ത് ജീവിക്കാത്തവർ എന്നൊക്കെ പറയുന്നത് രണ്ട് വ്യക്തികളെ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള ഭാഷയാണ്. അതിനവർ ഇതുവരെ മാപ്പ് പറഞ്ഞിട്ടില്ല. പക്ഷേ ലാലേട്ടനും ഏഷ്യാനെറ്റും ഒക്കെ ആദിലയുടെയും നൂറയുടെയും ഒപ്പമാണ്. ഒരുപക്ഷെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും അവർക്കൊപ്പം തന്നെയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. നമ്മളൊക്കെയും അവർക്കുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുള്ളതുമാണ്. അപ്പോൾ ഒരു ഗെയിം പെർസ്പെക്റ്റീവിൽ ഇപ്പോൾ ഈ ഗെയിമിൽ ഇങ്ങനൊരു വിഷയം ഉണ്ടായി എന്നുള്ളതിനെ എടുത്ത് നോക്കുമ്പോൾ ഈ ഗെയിമിൽ അവർക്ക് നീതി കിട്ടി. ജനങ്ങളും അവർക്കൊപ്പമാണ്, ഈ ഗെയിം നടത്തുന്ന ഓർഗനൈസേഴ്സ് കമ്മിറ്റിക്കാരും ഇവർക്കൊപ്പമാണ് എന്ന് പറയുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു നീതി കിട്ടിയിട്ടുണ്ട്. ഇനി അതിനുശേഷം ഫാമിലി വീക്കിൽ ലക്ഷ്മിയുടെ അമ്മ വന്നു. അവരുടെ ഭാഗത്തുനിന്നും സംസാരത്തിനിടയിൽ പറഞ്ഞത് ഇവൾ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സിറ്റ് ഔട്ടിൽ ഇരുന്നാൽ മതി എന്നുള്ളത് അവരുടെ ഒരു കാഷ്വൽ ടോണിൽ അവർ പറഞ്ഞതാണ്. അതിനുശേഷം ആദില ചെന്ന് ചോദിച്ചു, അമ്മ ഞങ്ങളെ വീട്ടിൽ കയറ്റില്ല അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലേ ഇരുത്തുള്ളൂ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞു പോയതാ മോളെ എന്ന് പറഞ്ഞ് അവരത് അപ്പോൾ ക്ലാരിഫൈ ചെയ്തു. ആദിലയ്ക്ക് ഡയറക്റ്റ് ക്ലാരിഫിക്കേഷൻ കൊടുത്തു. അതിനുശേഷം ലക്ഷ്മിയും ആദിലയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ട്. അവിടെയും തൻ്റെ ഉള്ളിൽ ഹെയ്റ്റ് ഇല്ല എന്നുള്ളത് ലക്ഷ്മി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ നിങ്ങൾ നോക്കിക്കോ, ഫാമിലി വീക്കിൽ ഇപ്രാവശ്യം വന്നു പോയിട്ടുള്ള എല്ലാ ഫാമിലീസിലും ഏറ്റവും അധികം അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള അമ്മ എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ അമ്മയാണ്. അവർ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ സോഷ്യൽ മീഡിയ മുഴുവൻ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഇത്രയും മോശമായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ ഹെയ്റ്റ് ഉണ്ടാകുന്നു. അതിനുശേഷം ആദിലയും ലക്ഷ്മിയുടെ അമ്മയും സംസാരിച്ച ആ ഒരു പോർഷൻ റിലീസ് ചെയ്യുന്ന സമയത്ത് അതിൽ കുറേയൊക്കെ ആളുകൾക്ക് ഒരു മാറ്റം വന്നു. അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഹൗസിനകത്ത് നോക്കുകയാണെങ്കിൽ ഈ വിഷയം എടുത്തിട്ട് ഷാനവാസും അക്ബറും ഒക്കെ ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നു. ഇപ്പോൾ ആദില വീണ്ടും ഈ വിഷയത്തിന്, അതായത് ആ അമ്മയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സംസാരം ഉണ്ടാവുകയും അത് ആ ഉദ്ദേശത്തിലല്ല പറഞ്ഞതെന്നുള്ളത് ആദിലയ്ക്ക് ഡയറക്റ്റായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും ആദില വീണ്ടും ഈ വിഷയമാണ്. അതെന്തുകൊണ്ടാണ്? ആദിലയ്ക്ക് ലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞു നിൽക്കാൻ വേറെ ടോപ്പിക്കൊന്നുമില്ല. ഷാനവാസ് ആദിലയെ തല്ലി, അതൊരു മോശം ആക്റ്റാണ്. അതിനെതിരെ റിയാക്ട് ചെയ്യാനില്ല എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചൊന്നും പറഞ്ഞു നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ ആ ഗ്രഡ്ജിൽ, ദേഷ്യത്തിൽ പഴയൊരു വിഷയത്തിനെ കൊണ്ടുവന്നിട്ട് വീണ്ടും പുകയ്ക്കാൻ നോക്കുകയാണ് ആദില. എന്നാൽ ഇതേ ആദിലയും നൂറയും നമ്മൾ നോക്കുകയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും റിഗ്രസീവായിട്ടുള്ള ആളുകൾ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഏറ്റവും ലാസ്റ്റ് കണ്ട
ആക്ട് എന്ന് പറയുന്നത് ഈ മാപ്പ് പറയാൻ തയ്യാറായി അവിടെ വന്ന ലക്ഷ്മിയുടെ അമ്മയെ വീണ്ടും ഗെയിമിലേക്ക് എടുത്തിട്ടു എന്നുള്ളതും അവരെയും കൂടി ആക്രമിക്കാനുള്ള അവസരം ഒരുക്കി എന്നുള്ളതാണ്. അതിന് തൊട്ടു മുമ്പ് നടന്നത് ഷാനവാസ് എന്ന് പറയുന്ന ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരു ഇക്കാക്ക സങ്കല്പം, അതിനെ അവർ ഗ്ലോറിഫൈ ആണ്. അവർ മാപ്പ് കൊടുക്കുകയല്ല, അതിനെ അങ്ങ് സ്നേഹിക്കുകയാണ്. അയാൾ തല്ലി എന്നുള്ളത് അയാൾ തന്നെ നേരെ മുന്നിൽ വന്ന് നിന്ന് ന്യായീകരിക്കുമ്പോഴും ആദിലയ്ക്ക് അതിലൊന്നും പറയാനില്ല. ഒരു സൊല്യൂഷൻ എന്ന് പറയാനില്ലെങ്കിലും ലാലേട്ടൻ വന്ന് ആ സ്റ്റാൻഡ് ക്ലിയർ ചെയ്തിട്ടുള്ളൊരു വിഷയമാണ് ലക്ഷ്മി ആദിലയും നൂറയും കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. അവിടെ ഒരു വ്യക്തമായ സ്റ്റാൻഡുണ്ട്. പക്ഷേ ഈ വിഷയത്തിനെ വീണ്ടും എടുത്തുകൊണ്ട് ആദില പറയുന്നത് ആദിലയ്ക്കുള്ള സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ചാണ്. പുറത്തുള്ള ആളുകൾക്ക് വേണ്ടി നമുക്കൊരു സ്പേസ് കിട്ടിയിരിക്കുകയാണ്, നമ്മളിവിടെ സംസാരിക്കണം എന്നൊക്കെയാണ്. പക്ഷേ ആദിലയുടെ സാമൂഹിക പ്രതിബദ്ധത എന്താണ്? ഏറ്റവും റിഗ്രസീവായ ഒരു സദാചാര ആക്ടിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ആദിലയും നൂറയും അനുമോൾക്കൊപ്പം നിന്നിട്ടുള്ളത്. ഷാനവാസ് നെവിൻ ഇഷ്യൂവിൽ ഒരു ക്ലിയർ പിക്ചർ ഉണ്ടാക്കിയെടുക്കണം എന്ന് പോലും ചിന്തിക്കാതെ ഒരാളെ കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ് അവർ. ഏറ്റവും വൃത്തികെട്ട ഡബിൾ മീനിങ് ജോക്കുകൾ എടുത്ത് മുന്നോട്ട് വെക്കുക. ഇപ്പോൾ ആദില എൻ്റെ ദേഹം നൊന്തു കഴിഞ്ഞാൽ റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാവും, ഞാൻ തിരിച്ചടിക്കും എന്ന് പറഞ്ഞാണ് അനീഷിനെ ഫിസിക്കലി അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അതേ ആള് ഷാനവാസ് ദേഹം നോവിച്ചപ്പോൾ ഒന്നും ചെയ്യാനില്ല, റിഫ്ലക്സ് ആക്ഷൻ ഇല്ല, റിഫ്ലക്സ് മരിച്ചു. ആദില കൊന്നു. ആദില ആക്ച്വലി സ്വന്തം കാര്യം, അതായത് അവരുടെ ലൈഫിലെ പ്രിഫറൻസ്, അവർ ലെസ്ബിയൻസ് ആണ്, അവരുടെ ഇഷ്ടം, ആ ഇഷ്ടവും അതിൻ്റെ സെക്യൂരിറ്റിയും മാത്രമേ അവർ ഉറപ്പുവരുത്താൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ബാക്കി ഈ പറയുന്ന സാമൂഹിക പ്രതിബദ്ധതയൊന്നും മറ്റൊരു കാര്യത്തിലും അവരുടെ ഭാഗത്തുനിന്ന് കാണാനില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദില മാപ്പ് പറയേണ്ട കേസുകളും ഒരുപാടുണ്ട്, പ്രതികരിക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അനീഷിൻ്റെ മറ്റൊരു സ്ട്രാറ്റജി കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഈ 2 ദിവസങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിന് ഒരു ജോലിയും ചെയ്യാൻ മടിയില്ല. അപ്പോൾ അനീഷ് വെസൽ ടീമിലായിരുന്നു, പാത്രം കഴുകുന്നുണ്ട്. അനീഷിന് ഈ പാത്രം എക്സ്ട്രാ കഴുകേണ്ടി വരുന്നത് ഒരു വിഷയമേ അല്ല. പക്ഷേ അയാളുടെ ഡ്യൂട്ടി അല്ല ഇത്, അല്ലെങ്കിൽ അയാൾ എക്സ്ട്രാ പണിയെടുക്കേണ്ടി വരുന്നു, അതായത് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരുന്നുണ്ട്, അയാൾ ഇവിടെ കഷ്ടപ്പെടേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് അയാൾ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യും, എന്നിട്ടേ കഴുകുള്ളൂ. അതായത് ഇപ്പോൾ അനീഷ ഇവിടെ പാത്രം കഴുകാനുണ്ടെന്ന് പറയുമ്പോൾ ആരും കഴുകാനില്ലെങ്കിൽ ഞാൻ കഴുകിക്കോളാം, ഞാൻ വരണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങോട്ട് പോയി കഴുകും. ഇനിയിപ്പോൾ അവിടെ ഉണങ്ങിയ പാത്രം ഇരിപ്പുണ്ട്, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ഒരു റൗണ്ട് ബഹളം ഉണ്ടാക്കും. എന്നിട്ട് ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് ക്യാമറയൊക്കെ കണ്ടു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പുള്ളി അത് പോയി ചെയ്യും. ആക്ച്വലി പുള്ളിക്ക് നേരിട്ട് പോയി ചെയ്യാൻ അറിയാം, പുള്ളിക്ക് അതിൽ വലിയ മടിയൊന്നുമില്ല. പക്ഷേ ഞാൻ കഷ്ടപ്പെട്ടാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ആവശ്യത്തിൽ കൂടുതൽ ജോലി ഇവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വിളിച്ച് പറഞ്ഞിട്ടേ പുള്ളി ചെയ്യുള്ളൂ. പിന്നെ 67-ാം ദിവസം ഒരു പൊടി ടാസ്ക് നടക്കുന്നുണ്ട്. ആ പൊടി ടാസ്കിൽ അനിമോൾ ലാസ്റ്റ് പറയുന്നുണ്ട് നമ്മളാണ് എൻജോയ് ചെയ്ത് കളിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. ടാസ്കിൽ ഒരു ഉത്തരവാദിത്വം കാണിച്ചിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പൊടി ഊതി കളിക്കുകയായിരുന്നു അവർ. എനിക്കതിൽ വലിയ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറൊന്നും ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. കൊടുത്ത ടാസ്ക് കുറച്ചുകൂടി ബുദ്ധിപരമായി കംപ്ലീറ്റ് ചെയ്തു എന്ന് തോന്നുന്നത് നെവിൻ, ബിന്നി, ലക്ഷ്മി, അനീഷ്, സാബുമാൻ ടീമാണ്. തൊട്ടടുത്ത ദിവസം നമ്മൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ആളുകളെ തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്. ആര്യനും സാബുമാനും അനുമോളുമാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് സെലക്ട് ആയിരിക്കുന്നത്. ഷാനിക്കാട് പിള്ളേർ എന്നുള്ള രീതിയിൽ ആദിലയോ നൂറയോ ആരെങ്കിലും ഒരാൾ എല്ലാ ആഴ്ചയും ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ശ്രമങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ആഴ്ച അത് വിജയിച്ചിട്ടില്ല. അതുപോലെ ഈ ജയിൽ നോമിനേഷൻ പരിപാടിയിൽ അക്ബറിനെ നോമിനേറ്റ് ചെയ്ത സമയത്ത് ലക്ഷ്മി പറഞ്ഞ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. സാബുചേട്ടൻ വന്ന സമയത്ത് ലക്ഷ്മിയോട് പറഞ്ഞിരുന്നു പഴയ കാര്യങ്ങൾ വിടുക, പുതിയ കാര്യങ്ങൾ ചെയ്യുക. അതെല്ലാവരോടും കൂടി പറഞ്ഞാണ്. പക്ഷേ ലക്ഷ്മിയുടെ ഗെയിമിൽ ഒരു ചേഞ്ച് വരുത്തുന്നുണ്ട്. കാരണം അക്ബറാണ് ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ബിന്നിക്കാണല്ലോ അക്ബർ ആദ്യം പേര് വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് പേര് വെച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, പാട്ടും പാടിയിട്ടുണ്ടായിരുന്നു. ആ കാര്യമൊക്കെ സൂചിപ്പിച്ച് അക്ബറാണ് കുത്തിത്തിരിപ്പെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് പോലും അത്രയും കുത്തിത്തിരിപ്പോടെ ഉണ്ടാക്കുന്നില്ല. ഈ ഡയലോഗ് കേൾക്കുമ്പോൾ ഷാനവാസ് അങ്ങ് ഞെട്ടുകയാണ്. കാരണം ലക്ഷ്മി ഷാനവാസിനെ കുറിച്ച് നല്ലത് പറയുകയോ, ഷാനവാസ് പലതിലും പാവമാണ്, ഷാനവാസ് അലിഞ്ഞിട്ടുണ്ട്, നീ പോടി എന്നുള്ള ഭാവത്തിലാണ് ഷാനവാസ് എക്സ്പ്രഷൻ ഇടുന്നത്. വിവരക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഈ ഉള്ളിൽ വിഷം വെച്ചുകൊണ്ട് നടക്കില്ല. അക്ബറിന് അത്രയും ക്രൂക്കഡ് അല്ല ഷാനവാസ് എന്ന് പറഞ്ഞ് ഒരു ഷാനവാസ് ചായ്വ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ, എന്ന് വെച്ചാൽ ഷാനവാസിന് അത് തോന്നും. അങ്ങനൊരു ട്രാക്കിൽ ആക്ച്വലി ഷാനവാസ് വീണിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്കതിൻ്റെ ബാക്കി എക്സ്പ്രഷൻസൊക്കെ കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ലക്ഷ്മി ഗെയിം ചേഞ്ച് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഷാനവാസിനെ അവർക്ക് നോമിനേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. അവരുടെ മുന്നിൽ കാരണങ്ങളും വേണമെങ്കിൽ കണ്ടെത്താൻ പറ്റും. പക്ഷേ അങ്ങനെ ഒന്നും മെനക്കെട്ടിട്ടില്ല. അതുപോലെ തന്നെ ആദിലയെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അനീഷ് ഒരു പാവമാണ്, അല്ലെങ്കിൽ അനീഷിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ അനീഷിൻ്റെ എതിരെ നിന്നതിനാണ് ആദിലേക്ക് നോമിനേഷൻ പോകുന്നത്. ഈ ഗെയിമിൽ നമ്മൾ ഒരേ ട്രാക്ക് പിടിച്ചിട്ട് ഇന്ന ആളുകൾ ശത്രുക്കൾ, ഇന്ന ആളുകൾ മിത്രങ്ങൾ എന്ന് പറഞ്ഞ് മാത്രം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വ്യത്യസ്തത ഉണ്ടാവില്ല. അതുപോലെ ഓരോ ടാസ്കും വരുന്ന സമയത്ത് നമ്മൾ ആളുകളെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സമയമാണ് ഇനി വരാനുള്ളത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളം മാറ്റി ചവിട്ടുക തന്നെ വേണം. അദ്ദേഹം പറഞ്ഞത് ലക്ഷ്മിയാണ് ഇതിനകത്ത് കുറച്ചെങ്കിലുമൊക്കെ ഗെയിം കളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ ഒരു സ്പോൺസർ ടാസ്കിൽ സാബുമാൻ്റെ
ഒരു പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ചിരിപ്പിക്കുക, അനങ്ങുക ഇങ്ങനെയൊക്കെ ആയിരുന്നു അവർ ചെയ്യാൻ പാടില്ല. ഒരാളിങ്ങനെ നിൽക്കണം, ഓപ്പോസിറ്റ് ടീമിലുള്ള ആളുകൾ പല എക്സ്പ്രഷൻസൊക്കെ കാണിക്കും. അപ്പോൾ സാബുമാൻ്റെ കയ്യിൽ നിന്ന് പോയി, സാബുമാൻ തോറ്റു. അപ്പോൾ ഷാനവാസ്ക നേരത്തെ നമ്മുടെ ആദിലയുടെ ശരീരത്ത് തല്ലിയതുപോലെ സാബുമാൻ്റെ അടുത്തേക്കും ചാർജ് ചെയ്ത് വരുന്നുണ്ട്. നീ എന്ത് പണിയാണ് കാണിച്ചത്, നിന്നോട് അങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊരു കത്തിപ്പിടിക്കൽ ശ്രമമാണ്. സാബുമാൻ കുറച്ച് നേരം ആലോചിച്ചിട്ട് അങ്ങനെയായിരുന്നു, സോറി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഷാനവാസിന് അവിടെ ഒന്നും പറയാനില്ല. അല്ല ഇനിയിപ്പം ഓപ്പോസിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് വീണ്ടും കത്തിക്കയറുന്നു, മറ്റേ നെഞ്ചും വിരിച്ചുകൊണ്ട് ചെല്ലുന്നു എന്ന് പറയുന്ന പരിപാടി കാണിക്കുമെന്നല്ലാതെ അവിടെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഷാനവാസിന് കുറച്ച് സ്ക്രീൻ സ്പേസ് കിട്ടും എന്നുള്ളതാണ്. സാബുമാൻ അത് വളരെ ഈസിയായി ഒരു സോറി അങ്ങോട്ട് പറഞ്ഞു, പരിപാടി കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഇവരിൽ പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയൊക്കെയാണ് ആളുകളെ മാനേജ് ചെയ്യേണ്ടതെന്നുള്ള ഏതൊക്കെയോ ധാരണകളൊക്കെ കിടപ്പുണ്ട്. പക്ഷേ അതൊരു ഫുൾ ഫോഴ്സിൽ കൃത്യമായി പ്ലാൻ ചെയ്ത് സാബുചേട്ടൻ പറഞ്ഞ പോലെ രാവിലെ എണീക്കുമ്പോൾ ആളൊന്നിക്ക് 10 വെച്ച് ടാർഗറ്റ് ഉണ്ട്. അത് കൃത്യമായി നോക്കിയും കണ്ടും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ നമ്മുടെ ടാർഗറ്റ് കിട്ടും. പക്ഷേ അങ്ങനെ കളിക്കാൻ ഇവരാരും തയ്യാറാവുന്നില്ല എന്നുള്ളത് കാണുമ്പോൾ വീണ്ടും സങ്കടമുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും വീക്കെൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് നോക്കാം ആരെയൊക്കെയാണ് ലാലേട്ടൻ എയറിൽ പിടിച്ച് നിർത്താൻ പോകുന്നതെന്നും. ഈ പ്രൊമോ ഒക്കെ വരുമ്പോൾ കാണുന്നത് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ വിശ്വസിക്കാറില്ല. കാരണം പ്രൊമോയിലുള്ളത് ഈ പ്രോഗ്രാമിലുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ലാലേട്ടൻ ഒന്ന് പറയുന്നു, എക്സ്പ്രഷൻ ചിലപ്പോൾ വേറെ ഏതെങ്കിലും കാര്യത്തിന് ആരെങ്കിലും കൊടുത്തിട്ടുള്ള എക്സ്പ്രഷൻ ആയിരിക്കും. അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് കാണിച്ച് നമ്മളിങ്ങനെ ഞെട്ടിപ്പിക്കൽ ശ്രമമൊക്കെ നടത്താറാണുള്ളത്. നമുക്ക് വീക്കെൻഡ് എപ്പിസോഡ് കാണാം, എന്നിട്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.